ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ചെമ്പനീർപ്പൂവ് പുതിയ പ്രൊമോയിലെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുകയാണ്. സജിക്കും രേവതിക്കും ശ്രുതിയെ പറ്റിയുള്ള സംശയങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അവൾ മലേഷ്യയിൽ തന്നെയാണോ ജീവിച്ചത്, അതോ നാട്ടിലെവിടെയെങ്കിലും തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവർ ബാമാൻ്റെയും അതുപോലെ ശ്രുതിയുടെ കൂട്ടുകാരിയെയും ഒക്കെ കാണുകയാണ്. ശ്രുതിയുടെ ബന്ധുക്കളെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാവോ, നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ബാമാൻ്റി പറയുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല മക്കളെ, ശ്രുതി പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ ഞാൻ അവരെ ഒന്നും നേരിട്ട് കാണുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ. പിന്നെ ശ്രുതിയുടെ കൂട്ടുകാരിയുടെ അടുത്ത് വിവരങ്ങൾ അന്വേഷിക്കുമ്പോഴാണെങ്കിലോ അവൾ കിടന്ന് ആകെ പരിങ്ങുന്ന കാഴ്ചയൊന്നും കാണുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. അങ്ങനെ സച്ചിൻ രേവതിയും കൂടെ പിന്നെ ഓരോന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്. ഇപ്പം അവർക്ക് ഏകദേശം മനസ്സിലായി ശ്രുതി വെറും ഒരു പെരും കള്ളിയാണ് എന്നുള്ളത്, അവളൊരു മലേഷ്യക്കാരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതെങ്ങനെ തെളിയിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ ഇതെങ്ങനെ അവതരിപ്പിക്കും, എന്തായാലും നമ്മൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും, നമ്മൾ കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും എന്നൊക്കെ അവർ പരസ്പരം ഇങ്ങനെ പറയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മളിത് തെളിയിക്കാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചന്ദ്രോദയം വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ സച്ചി നേരെ വന്നിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാണ്, ഞാൻ നിങ്ങളെ ഒരു ട്രിപ്പ് കൊണ്ടുപോവാണ്, അതും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് അങ്ങ് മലേഷ്യയിലേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആകെ ഫ്ലാറ്റ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിലും ആകെ ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ്. എന്തായാലും ഇനി എൻ്റെ കള്ളത്തരമൊക്കെ പൊളിയും എന്നുള്ള രീതിയിലാണ് അവൾ അതൊക്കെ കേട്ട് നിൽക്കുന്നത്. എന്തായാലും ഇനി ശ്രുതിക്ക് ഇവരുടെ പ്ലാനൊക്കെ കേട്ടിട്ട് അധികകാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വരുന്ന ആഴ്ച ഒരു തീ പിടിച്ച എപ്പിസോഡ് തന്നെ ആയിരിക്കും കേട്ടോ കൂട്ടുകാരെ കാണാവുന്നത്. ശ്രുതി എല്ലാ കള്ളത്തരങ്ങളും അഴിച്ചു വെക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കടന്നു വരാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.